ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഭരണ സംവിധാനം ക്ലാസ് 2 ആണ്. സംസ്ഥാന സിവിൽ സർവീസ് പാർട്ട് 2. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ്. ഒന്ന്, അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, IAS, IPS, IFOs. കേന്ദ്ര സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ്. മൂന്ന്, സ്റ്റേറ്റ് സർവീസ്, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്. ഓക്കെ, കേരള സിവിൽ സർവീസ്. ഒന്ന്, സ്റ്റേറ്റ് സർവീസ്, ക്ലാസ് 1, ക്ലാസ് 2 ഓഫീസേഴ്സ്, പൊതുവെ ഗസറ്റഡ് ഓഫീസർമാർ എന്നറിയപ്പെടുന്നു. ഓക്കെ. രണ്ട്, സബോർഡിനേറ്റ് സർവീസ്, ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാർ, പൊതുവെ നോൺ ഗസറ്റഡ് ഓഫീസർമാർ എന്നറിയപ്പെടുന്നു. കേരള സിവിൽ സർവീസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ 1960. കേരള സിവിൽ സർവീസിലെ തരം തിരിവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഷെഡ്യൂൾ 1 സ്റ്റേറ്റ് സർവീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഷെഡ്യൂൾ 2 സബോർഡിനേറ്റ് സർവീസുകളെ പ്രതിപാദിക്കുന്നു. സ്റ്റേറ്റ് സർവീസ്, ദി കേരള അഗ്രികൾച്ചർ സർവീസ്. സബോർഡിനേറ്റ് സർവീസ്, ദി കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ്. ഓക്കെ, സ്റ്റേറ്റ് സർവീസ് ഏതൊക്കെയാണ്? ദി കേരള അഗ്രികൾച്ചർ സർവീസ്, കേരള ആനിമൽ ഹസ്ബൻഡറി സർവീസ്, കേരള ആർക്കിടെക്ചറൽ സർവീസ്, കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ്, കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ്, കേരള സിവിൽ സർവീസ് എക്സിക്യൂട്ടീവ്. അബൌട്ട് 60 സ്റ്റേറ്റ് സർവീസ്. ഓക്കെ, സബോർഡിനേറ്റ് സർവീസസ് ഏതൊക്കെയാണ്? കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ്, കേരള ആനിമൽ ഹസ്ബൻഡറി സബോർഡിനേറ്റ് സർവീസ്, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള പാർട്ട് ടൈം കണ്ടീജന്റ് സർവീസ്. അബൌട്ട് 59 കണ്ടീജന്റ് സർവീസസ്. ഓക്കെ, ദി കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, ദി കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, ദി കേരള പാർട്ട് ടൈം കണ്ടീജന്റ് സർവീസ് എന്നിവയും സബോർഡിനേറ്റ് എന്ന പദം ചേർന്ന് വരുന്ന സർവീസുകളും സബോർഡിനേറ്റ് സർവീസുകളാണ്. ഓക്കെ, കേരള സിവിൽ സർവീസിലെ മറ്റ് സർവീസുകളെ സ്റ്റേറ്റ് സർവീസുകളായി പരിഗണിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സർവീസ് ആണ് കേരള സിവിൽ സർവീസ് വർഗീകരണം, നിയന്ത്രണ, അപ്പീൽ ചട്ടങ്ങൾ 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഓക്കെ, ഷെഡ്യൂൾ 1 സ്റ്റേറ്റ് സർവീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഷെഡ്യൂൾ 2 സബോർഡിനേറ്റ് സർവീസുകളെ പ്രതിപാദിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതില് വർഗീകരണം, നിയന്ത്രണ, അപ്പീൽ ചട്ടങ്ങൾ 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. കേരള അഗ്രികൾച്ചറൽ സർവീസ്, കേരള ആനിമൽ ഹസ്ബൻഡറി സർവീസ്, കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള ആർക്കിടെക്ചറൽ സർവീസ്. ഇതില് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ആണ് ഉൾപ്പെടാത്തത്. സ്റ്റേറ്റ് സർവീസ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്റ്റേറ്റ് സർവീസ്. തസ്തിക തിരിച്ച് KS ഓഫീസേഴ്സ് സ്റ്റേറ്റ് സർവീസ് ആണ്. വിവിധ വകുപ്പുകളിൽ ക്ലറിക്കൽ വിങ്, സീനിയർ സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകൾ സ്റ്റേറ്റ് സർവീസ്. LDC, UDC, ഹെഡ് ക്ലർക്ക്, ജൂനിയർ സൂപ്രണ്ട് തുടങ്ങിയവ സബോർഡിനേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് സിവിൽ സപ്ലൈസ്, താലൂക്ക് സപ്ലൈ ഓഫീസർ സ്റ്റേറ്റ് സർവീസ് ആണ്. ഡയറക്ടർ കൺട്രോളർ ഓഫ് റേഷനിങ് IAS കാരനാണ്, ഓൾ ഇന്ത്യ സർവീസ്. ഡയറക്ടർ കൺട്രോളർ ഓഫ് റേഷനിങ് IAS കാരനാണ്, ഓൾ ഇന്ത്യ സർവീസ്. ഓക്കെ, സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസത്തിലെ എല്ലാ അധ്യാപകരും, ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ ഹയർ സെക്കൻഡറി അധ്യാപകർ ഒഴികെയുള്ള അധ്യാപകരും, സർക്കാർ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ, AEO, DEO, DDE തുടങ്ങിയവർ. ഓക്കെ, സ്റ്റേറ്റ് സർവീസ് ആണ്. സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് സെക്രട്ടേറിയറ്റ് PSC, സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, PSC സെക്രട്ടറി. ഓക്കെ, സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് സെക്രട്ടേറിയറ്റ് PSC, സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, PSC സെക്രട്ടറി. സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിമാർ IAS കാരാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് ചരക്ക് സേവന നികുതി വകുപ്പ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ്, ജോയിന്റ് കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ്, അഡീഷണൽ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ്, കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ് IAS കാരനാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് കൃഷി വികസനം, കൃഷി ഓഫീസർ, റിസർച്ച് ഓഫീസർ, ലേബർ വെൽഫെയർ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഡയറക്ടർ. സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, RTO, ജോയിന്റ് RTO, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർ ഓൾ ഇന്ത്യ സർവീസിൽ നിന്നുള്ളവരാണ്.
സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സൂപ്പറിൻഡിംഗ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ. സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് ലാൻഡ് റവന്യൂ, തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടർ. സ്റ്റേറ്റ് സർവീസ് തസ്തിക തിരിച്ച് തദ്ദേശ സ്വയംഭരണം, സെക്രട്ടറി LSGI, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെക്രട്ടറി, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഡയറക്ടർ LSGD, പ്രിൻസിപ്പൽ ഡയറക്ടർ LSGD, IAS. കേരള സിവിൽ സർവീസിലെ ഡോക്ടർമാരെല്ലാം സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നു. പോലീസ് വകുപ്പിൽ ഇൻ ഓഫ് പോലീസ്, സർക്കിൾ ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്നീ തസ്തികകൾ സ്റ്റേറ്റ് സർവീസിലാണ്. SP തസ്തികയിൽ IPSകാരും നോൺ IPSകാരും ഉണ്ട്. IPS അല്ലാത്ത SP മാർ സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടും. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, ഇൻസ്പെക്ടർ ജനറൽ, അഡീഷണൽ DGP എന്നീ തസ്തികകളിൽ IPSകാരാണ്. ചീഫ് സെക്രട്ടറി, കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവനാചാര്യാണ്. കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവനാചാരി. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദത്തിലെത്തിയ ആദ്യ വനിത പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു ആണ്. പക്ഷെ അദ്ദേഹം മാറിയിട്ടുണ്ട് ഈ അടുത്ത്. ഇപ്പോഴത്തെ കറണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് കറണ്ട് ചീഫ് സെക്രട്ടറി ഓഫ് കേരള. കറണ്ട് ശാരദ മുരളീധരനാണ്. കറണ്ട് ചീഫ് സെക്രട്ടറി. ഓക്കെ, ഫസ്റ്റ് ചീഫ് സെക്രട്ടറി ലേറ്റ് NES രാഘവനാചാരി. ഓക്കെ, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ IAS. ഓക്കെ, കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദത്തിലെത്തിയ ആദ്യ വനിത പത്മ രാമചന്ദ്രൻ. ഓക്കെ, വനിതകളെ ആരൊക്കെയാണ്? പത്മ രാമചന്ദ്രൻ, ലിസി ജേക്കബ്, നീലഗംഗാധരൻ, നളിനി നെറ്റോ, അതുപോലെ ശാരദ മുരളീധരൻ. ഓക്കെ, ജില്ലാ കളക്ടർ ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. ജില്ലാ തലത്തിലെ പ്രധാന റവന്യൂ ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ മജിസ്ട്രേറ്റ് ആയി അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടർ. ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. പാർട്ട് 14 ആർട്ടിക്കിൾ 309 സിവിൽ സർവീസ് സംബന്ധമായ ചട്ടങ്ങളും നിയമങ്ങളും രൂപീകരിക്കാൻ ഇന്ത്യൻ സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് ചട്ടങ്ങൾ ആരാണ് രൂപീകരിക്കുന്നത്? പ്രസിഡന്റ് ആണ്. നിയമങ്ങൾ പാർലമെന്റ് ആണ്. സംസ്ഥാന സിവിൽ സർവീസ് ചട്ടങ്ങളാണ് ആരാണ് രൂപീകരിക്കുന്നത്? ഗവർണറാണ്. നിയമങ്ങൾ നിയമസഭ. ഓക്കെ, ആർട്ടിക്കിൾ 309 കേരള സിവിൽ സർവീസ് ചട്ടങ്ങൾ ക്രമപ്പെടുത്തി കേരള നിയമസഭ പാസാക്കിയ ആക്ട് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. പ്രധാന ചട്ടങ്ങൾ എന്തൊക്കെയാണ്? KS ആൻഡ് SSR 1958, KSR 1959, കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960, കേരള ഗവൺമെന്റ് സർവൻസ് കോൺട്രാക്ട് റൂൾസ് 1960, KS ആൻഡ് SSR 1958, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ആക്ട് 1958. ആർട്ടിക്കിൾ 309 നിയമപ്രാബല്യം നൽകിയ ആക്ട് ഇനാക്ടിംഗ് ആക്ട് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. കേരള സിവിൽ സർവീസിലെ ജീവനക്കാരുടെ നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവ പ്രതിപാദിക്കുന്നു. KSR 1959, കേരള സർവീസ് റൂൾസ് 1959. ആർട്ടിക്കിൾ 309 ഇനാക്ടിംഗ് ആക്ട് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. കേരള സിവിൽ സർവീസിലെ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, യാത്രപ്പടി തുടങ്ങിയവ പ്രതിപാദിക്കുന്ന ചട്ടങ്ങൾ ഏതാണ്? ആർട്ടിക്കിൾ 309 ഇനാക്ടിംഗ് ആക്ട് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ഓക്കെ, കേരള സിവിൽ സർവീസസ് വർഗീകരണ നിയന്ത്രണ അപ്പീൽ ചട്ടങ്ങൾ 1960, കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960. ആർട്ടിക്കിൾ 309 ഇനാക്ടിംഗ് ആക്ട് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ജീവനക്കാരുടെ വർഗീകരണം, അച്ചടക്ക നടപടികൾ
അപ്പീൽ തുടങ്ങിയവ പ്രതിപാദിക്കുന്ന ചട്ടങ്ങൾ ഏതിലാണുള്ളത്? ആർട്ടിക്കിൾ 309 ഇനാക്ടിംഗ് ആക്ട്, പബ്ലിക് സർവീസ് ആക്ട്, കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ഷെഡ്യൂൾ 1 സ്റ്റേറ്റ് സർവീസസ്, ഷെഡ്യൂൾ 2 സബോർഡിനേറ്റ് സർവീസ്, കേരള ഗവൺമെന്റ് സർവൻസ് കണ്ടക്ട് റൂൾസ് 1960. ആർട്ടിക്കിൾ 309 1960 ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെരുമാറ്റച്ചട്ടങ്ങൾ ബാധകമാണ്. അഡ്വക്കേറ്റ് ജനറലിനും മറ്റ് സർക്കാർ അഭിഭാഷകർക്കും ചില വ്യവസ്ഥകൾ ബാധകമല്ല. നിയമപ്രാബല്യം നൽകിയ ആക്ട് ഇനാക്ടിംഗ് ആക്ട്, കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ജനറൽ പ്രൊവിഡന്റ് ഫണ്ട്, കേരള റൂൾസ് 2011 ഏപ്രിൽ 1. ആർട്ടിക്കിൾ 309 നിയമപ്രാബല്യം നൽകുന്ന ആക്ട് ഓർ ഇനാക്ടിംഗ് ആക്ട്, കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ദി കോൺട്രിബ്യൂഷൻ റേറ്റ് should not be less than 6% of the salary of the employee. Okay. Kerala Public Services Act 1968. Article 309. Act 19 of 1968. കേരള ഗവൺമെന്റ് രൂപീകരിക്കുന്ന സർവീസ് ചട്ടങ്ങൾക്ക് നിയമപ്രാബല്യം നൽകുന്ന ആക്ട് ഏതാണ്? കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ആർട്ടിക്കിൾ 309 ആക്ട് 19 ഓഫ് 1968. കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 സെക്ഷൻ 2 കേരള സംസ്ഥാനത്തിലെ പബ്ലിക് സർവീസുകൾ സംബന്ധിച്ച സേവന വ്യവസ്ഥകളും നിയമന വ്യവസ്ഥകളും നിശ്ചയിച്ചുകൊണ്ട് ചട്ടങ്ങൾ പുറപ്പെടുവിക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നു. സെക്ഷൻ 2 കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. സെക്ഷൻ 3 നിയമം നിലവിൽ വന്ന 1968 മുമ്പ് രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങൾക്ക് അവ നിലവിൽ വന്ന തീയതി മുതൽ മുൻകാല പ്രാബല്യം നൽകി. സെക്ഷൻ 3 നിയമം നിലവിൽ വന്ന 1968 മുമ്പ് രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങൾക്ക് അവ നിലവിൽ വന്ന തീയതി മുതൽ മുൻകാല പ്രാബല്യം നൽകി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് നെക്സ്റ്റ്. എന്നാ വന്നത് 2018 ജനുവരി 1. എന്നാണ് നിലവിൽ വന്നത്? KS 2018 ജനുവരി 1. ആക്ട് ഏതാണ്? ആക്ട് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. റൂൾ ഏതാണ്? 2017 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടങ്ങൾ. സ്റ്റേറ്റ് സർവീസിന്റെ ഭാഗമാണ് KS. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരണത്തിന് കാരണമായ ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് 1997 മൂന്നാം ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടാണ് രൂപീകരണത്തിന് കാരണമായ ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട്. അധ്യക്ഷൻ ആരായിരുന്നു? EK നായനാർ ആണ്. സംസ്ഥാന സിവിൽ സർവീസിലെ ജീവനക്കാരുടെ പെൻഷൻ, ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 1/4/2013 ഏപ്രിൽ 1, 2013 മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. പങ്കാളിത്ത പെൻഷൻ NPS 1/4/2013 മുതൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ. നാഷണൽ പെൻഷൻ സിസ്റ്റം NPS പങ്കാളിത്ത പെൻഷൻ 1/4/2013 മുതൽ ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ബാധകം. NPS പ്രകാരം ജീവനക്കാർ പ്രതിമാസം അടയ്ക്കേണ്ട വിഹിതം അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത എന്നിവയുടെ 10%. നാഷണൽ പെൻഷൻ സിസ്റ്റം NPS പങ്കാളിത്ത പെൻഷൻ PRAN ദേശീയ പെൻഷൻ സിസ്റ്റം NPS അക്കൗണ്ടുകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന 12 അക്ക തനത് കോഡാണ് PRAN അല്ലെങ്കിൽ പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ. NPSലെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ പോലെ PRAN പ്രവർത്തിക്കുന്നു. പെൻഷൻ പ്രായം സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് അർഹതയുള്ളവർക്ക് 56 വയസ്സ്. പങ്കാളിത്ത പെൻഷൻ NPS പെൻഷൻ സ്കീമിൽ അംഗമായവർക്ക് 60 വയസ്സ്. മെഡിസെപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിസെപ്പ് ഇംപ്ലിമെന്റേഷൻ ത്രൂ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇംപ്ലിമെന്റേഷൻ ത്രൂ മെഡിസെപ്പ് ഇംപ്ലിമെന്റേഷൻ ത്രൂ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. പ്രാബല്യം എന്നാണ് നിലവിൽ വന്നത്? 1/7/2022 മുതൽ, അതായത് ജൂലൈ 1, 2022. പ്രീമിയം 500 രൂപ പ്രതിമാസം. 500 രൂപ പ്രതിമാസം. ഓക്കെ. സ്പാർക്ക് നെക്സ്റ്റ് ആണ്. സ്പാർക്ക് ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ആണ് സ്പാർക്ക്.
സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. സ്പാർക്ക്. സ്പാർക്കിന് ഫുൾ ഫോം എന്താണ്? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. ഇന്റഗ്രേറ്റഡ് പേഴ്സണൽ പേറോൾ ആൻഡ് അക്കൗണ്ട് സിസ്റ്റം. സംയോജിത വ്യക്തിഗത വിവരങ്ങൾ. ഇന്റഗ്രേറ്റഡ് പേഴ്സണൽ പേറോൾ ആൻഡ് അക്കൗണ്ട് സിസ്റ്റം. സംയോജിത വ്യക്തിഗത വിവരങ്ങൾ. സ്പാർക്ക്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. സ്പാർക്കിൽ ഓരോ ഉദ്യോഗസ്ഥനെയും തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്താണ്? പെൻ നമ്പർ ആണ്. PEN നമ്പർ. പെർമനന്റ് എംപ്ലോയ്മെന്റ് നമ്പർ ആണ്. ഓക്കെ. സ്പാർക്കിൽ അംഗത്വം ലഭിക്കുന്നതിനും പെർമനന്റ് എംപ്ലോയി നമ്പർ പെന്ന് നമ്പർ ലഭ്യമാകുന്നതിനും പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും പൂരിപ്പിച്ചു നൽകേണ്ട ഫോറം നമ്പർ 1. ഫോറം നമ്പർ 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സർവീസ് ആണ് കേരള സിവിൽ സർവീസ് വർഗീകരണ നിയന്ത്രണ അപ്പീൽ ചട്ടങ്ങൾ 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്? കേരള അഗ്രികൾച്ചർ സർവീസ്, കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ്, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ്. ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തതാണ് ഞാൻ ചോദിച്ചത്. നോക്കാം. സ്റ്റേറ്റ് സർവീസിൽ കേരള അഗ്രികൾച്ചർ സർവീസ്, കേരള ആനിമൽ ഹസ്ബൻഡറി സർവീസ്, കേരള ആർക്കിടെക്ചറൽ സർവീസ്, കേരള സിവിൽ ജുഡീഷ്യറി സർവീസ്, ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ്, കേരള സിവിൽ സർവീസ്. ഓക്കെ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സർവീസ് ആണ് കേരള സിവിൽ സർവീസ് വർഗീകരണ നിയന്ത്രണ അപ്പീൽ ചട്ടങ്ങൾ 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്? കേരള അഗ്രികൾച്ചർ സർവീസ് ഉണ്ട്. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ഇല്ല. കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ് ഉണ്ട്. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് ഉണ്ട്. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ഇല്ല. ഓക്കെ. താഴെ പറയുന്നതിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സ്റ്റേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ഇല്ല. കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് തെറ്റാണ്. കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ് ഉണ്ട്. കേരള പാർട്ട് ടൈം കണ്ടീജന്റ് സർവീസ് ഞാൻ കേട്ടിട്ടില്ല. അത് സബോർഡിനേറ്റ് സർവീസ് ആണ്. കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള പാർട്ട് ടൈം കണ്ടീജന്റ് സർവീസ്, കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ്, കേരള ആനിമൽ ഹസ്ബൻഡറി സബോർഡിനേറ്റ് സർവീസ് എല്ലാം സബോർഡിനേറ്റ് സർവീസ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഏതൊക്കെ ശരി? താഴെ പറയുന്ന ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സ്റ്റേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ്, കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ്. അപ്പൊ 3ഉം 4ഉം ഡി ആണ് ഉത്തരം. ഓക്കെ. അടുത്തത് കേരള സംസ്ഥാന സിവിൽ സർവീസ് ക്ലാസ് 1 ക്ലാസ് 2 ജീവനക്കാർ അറിയപ്പെടുന്നത് ഗസറ്റഡ് ഓഫീസേഴ്സ് ആണ് എന്നാണ്. താഴെ പറയുന്നതിൽ കേരള സിവിൽ സർവീസിലെ സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, വില്ലേജ് ഓഫീസർ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, LSG സെക്രട്ടറി. ഓക്കെ. ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. നോക്കാം. വില്ലേജ് ഓഫീസർ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഞാൻ വായിച്ചിട്ടില്ലല്ലോ. നോക്കട്ടെ. വില്ലേജ് ഓഫീസർ ഇതേപോലെ ഞാൻ വായിച്ചിട്ടുണ്ടോ? വില്ലേജ് ഓഫീസേഴ്സ് അഡീഷണൽ ഡയറക്ടർ LSG, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ, ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, അഡീഷണൽ DGP എന്നീ തസ്തികകൾ IPS-കാരാണ്. ഓക്കെ. കേരള സിവിൽ സർവീസിലെ സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചത്. ഓക്കെ. സബോർഡിനേറ്റ് LSG സെക്രട്ടറി അല്ലെ? ബാക്കിയുള്ള ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, വില്ലേജ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒക്കെ സബോർഡിനേറ്റ് അല്ലേ? LSG സെക്രട്ടറി വളരെ വളരെ ഉയർന്ന ഒരു പദവി തന്നെയാണ്.
ഓക്കെ. അടുത്തത് ഇതില് ഓപ്ഷൻസ് ഉണ്ട്, സോറി. 5 ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതുപോലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, LSG സെക്രട്ടറി. 3, 4, 5 ആണ് ശരിയായ ഉത്തരം. ഓക്കെ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമം ഏതാണ്? കേരള സർവീസ് റൂൾസ് 1959, പബ്ലിക് സർവീസസ് ആക്ട് 1963, കേരള സബോർഡിനേറ്റ് സർവീസ് റൂൾസ്, കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നിയമം ഏതാണ്? നോക്കട്ടെ. ആക്ട് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 309. ആർട്ടിക്കിൾ 309 അല്ലേ? നോക്കട്ടെ. കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 ആർട്ടിക്കിൾ 309. ഓക്കെ. കേരള സർവീസ് റൂൾസ് 1959 രൂപീകരിക്കപ്പെട്ടത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 309 അല്ലേ? സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഏത് ആർട്ടിക്കിളാണ്? സിവിൽ സർവീസുകാർക്ക് ഭരണഘടന പ്രകാരം സുരക്ഷ ഏർപ്പാടാക്കുന്ന ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 309 കേരള സിവിൽ സർവീസിലെ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, യാത്രപ്പടി തുടങ്ങിയവ പ്രതിപാദിക്കുന്ന ചട്ടങ്ങളാണ്. ഓക്കെ. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായി സുരക്ഷ ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? നോക്കട്ടെ. സിവിൽ സർവീസുകാർക്ക് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 309 കേരള സിവിൽ സർവീസിലെ ജീവനക്കാരുടെ നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവ പ്രതിപാദിക്കുന്നു. നിയമം. ഓക്കെ. എനിക്ക് തോന്നുന്നത് ആർട്ടിക്കിൾ 310. ആർട്ടിക്കിൾ 310 എന്താ നോക്കാം. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആണ്. Article 310 of the Indian Constitution deals with the incorporation of the common law doctrine of pleasure. It expressly provides that all the persons who are members of the defense service or the civil services of the Union or of all India services hold office during the pleasure of the president. Okay. ഇതിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 311 എന്താണ്? Okay. Article 311 Constitution of India 1950. No person who is a member of civil service of the Union or an all India service or a civil service of a state or holds a civil post under the Union or state shall be dismissed or removed by an authority subordinate to that of which he was appointed. Okay. അടുത്ത ഓപ്ഷനിൽ 312 ആണ്. Article 312 of the Indian Constitution is a provision that allows the Parliament to create one or more all India service common to the Union and the state. അപ്പോൾ ആർട്ടിക്കിൾ 312 അല്ല, ആർട്ടിക്കിൾ 315 എന്താണ്? Article 315 in the Constitution of India, public service commissions for the Union and for the state. Subject to the provisions of this article, there shall be a
Public Service Commission for the Union and a Public Service Commission for each state. Okay. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായി സുരക്ഷ ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആയിരിക്കും? ഭരണഘടന 311 311. റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, 311. ഓക്കെ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് ആണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന. സ്പാർക്ക് എന്നറിയപ്പെടുന്നു. പൂർണ്ണരൂപം എന്താ? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. അങ്ങനെയാണോ? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള ശരിയാണ്. സ്പാർക്ക് എന്നറിയപ്പെടുന്നു. ഓരോ ഉദ്യോഗസ്ഥനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്പർ PEN ശരിയാണ്. സ്പാർക്കിലെ ഓരോ ഉദ്യോഗസ്ഥനെയും തിരിച്ചറിയാൻ സഹായിക്കുന്നത് പെൻ നമ്പർ, പെർമനന്റ് എംപ്ലോയി നമ്പർ. ഓക്കെ. ഇത് സംയോജിത വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന ആപ്ലിക്കേഷൻ ആണ്. ആണോ? സംയോജിത. ഓക്കെ. ഇന്റഗ്രേറ്റഡ് പേഴ്സണൽ പേറോൾ ആൻഡ് അക്കൗണ്ട് സിസ്റ്റം. സംയോജിത വ്യക്തിഗത വിവരങ്ങൾ ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ഓക്കെ. കേരളത്തിൽ നാഷണൽ പെൻഷൻ സിസ്റ്റം NPS പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണ്? 2013 അല്ലേ NPS? ആണോ? NPS 1/4, അതായത് ഏപ്രിൽ 1-ാം തീയതി, ഏപ്രിൽ ഫൂള് 2013 മുതൽ ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ബാധകം NPS. നാഷണൽ പെർമനന്റ് സിസ്റ്റം, നാഷണൽ പെൻഷൻ സിസ്റ്റം NPS പങ്കാളിത്ത പെൻഷൻ. NPS പ്രകാരം ജീവനക്കാർ പ്രതിമാസം അടയ്ക്കേണ്ട വിഹിതം, അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത എന്നിവയുടെ 10%. അപ്പൊ 1/4/2013. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.